Before we formally commence our 44th Annual Day celebrations, let's seek divine blessings for the success of this occasion. We were honored to have Srimati Mary Samuel, General Manager, Kerala Education Society, to deliver the welcome address for this morning. However, due to health-related reasons, Madam is unable to be with us today. We extended our sincere wishes for her speedy recovery. In her absence, we were privileged to have Srimati Shailaja CP, Vice Principal, a dedicated academic leader and an integral part of our institution, to extend the welcome address. May I now invite Srimati Shailaja CP, Vice Principal, to kindly deliver the welcome address. ആദരണീയായ വിശിഷ്ടാതിഥി കുഴൽമന്നം രാമകൃഷ്ണൻ സർ, പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷാകുമാരി, മാനേജ്മെൻറ്റ് അംഗങ്ങൾ, പ്രിൻസിപ്പൽ നസീം സാർ, PTA പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സാർ, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികൾ, സഹപ്രവർത്തകർ, സ്നേഹമുള്ള രക്ഷാകർത്താക്കൾ, പ്രിയപ്പെട്ട കുട്ടികൾ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ വിദ്യാലയത്തിൻ്റെ 44ാം വാർഷികാഘോഷ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം പറയാൻ നിൽക്കുമ്പോൾ അഭിമാനവും അതിലേറെ വിഷമവും ഞാൻ അനുഭവിക്കുന്നു. കാരണം ഇന്നിവിടെ സ്വാഗതം പറയേണ്ടിയിരുന്നത് ആദരണീയയായ നമ്മുടെ ജനറൽ മാനേജർ ശ്രീമതി മേരി ടീച്ചറായിരുന്നു. ശരീരസുഖമില്ലാത്തതിനാൽ ടീച്ചർ വിശ്രമത്തിലായതിനാലാണ് ഇന്ന് ഈ കർത്തവ്യം എന്നിലേക്ക് എത്തിയിരിക്കുന്നത്. മേരി ടീച്ചറുടെ ആരോഗ്യത്തിന് വേണ്ടി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരവും ഗ്രാമപ്രദേശങ്ങളിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടും കൂടിയാണ് 1972 കൂത്താട്ടുകുളം ആസ്ഥാനമാക്കി കേരള എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപിതമായത്. കേരള എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിൽ കേരളത്തിലുടനീളം സ്ഥാപിതമായ ബാപ്പുജി നഴ്സറി സ്കൂളുകളാണ് ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളുമായി മാറിയിരിക്കുന്നത്. സൊസൈറ്റി സ്ഥാപകനായ ശ്രീ KM മത്തായി സാർ സ്ഥാപക ജനറൽ മാനേജറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ പത്നി മേരി ടീച്ചർ ഇപ്പോഴത്തെ ജനറൽ മാനേജറായി അധികാരത്തിലെത്തുന്നത്. തൊഴിലാളികളുടെ ഒരു സഹകരണ സ്ഥാപനമായ ഇതിൽ അവർ തിരഞ്ഞെടുക്കുന്ന അവരുടെ പ്രതിനിധികളാണ് ഭരണസമിതി അംഗങ്ങൾ. നമ്മുടെ വിദ്യാലയത്തിനെ പ്രതിനിധീകരിച്ച് 3 പേർ മാനേജ്മെൻറ്റിലുണ്ട്. ഒരു വിദ്യാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വലിയ പങ്ക് വഹിക്കുന്നവരാണ് അവിടുത്തെ രക്ഷിതാക്കൾ. ഈ വിദ്യാലയത്തിൻ്റെ പുരോഗമനത്തിന് ഈ വിദ്യാലയത്തെ സ്നേഹിക്കുന്ന, കൂടെ നിൽക്കുന്ന നല്ല രക്ഷിതാക്കൾ നമുക്കുണ്ട്. അതിലിപ്പോൾ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. അവരുടെ പ്രവർത്തനങ്ങളെയും ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം കലയും കായികവും സാംസ്കാരിക മൂല്യങ്ങളും കുട്ടികൾ വളർത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വാർഷികാഘോഷം. ഈ അധ്യയന വർഷത്തിൽ നമ്മുടെ കുട്ടികൾ നേടിയ വിജ്ഞാനവും കഴിവുകളും ആത്മവിശ്വാസവും ഇന്ന് ഈ വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. രാജ്യത്തിൻ്റെ പുരോഗമനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിന്ന്. നമ്മുടെ നാടിനെ അറിയാനും ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാനും കഴിവുള്ളവരാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പറളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മെമ്പർമാർക്കും ഭരണകർത്താക്കൾക്കും അഭിനന്ദനം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്ന് ഇവിടെ 44ാം വാർഷികാഘോഷവേളയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി KT ഉഷാകുമാരിയാണ്. അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടും കൂടി ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിലും ശ്രീമതി ഉഷാകുമാരിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കലയും കലാകാരന്മാരും എന്നും ആദരിക്കപ്പെടുന്നതാണ്. കല എന്നത് ആത്മാവിൻ്റെ ഭാഷയാണ്. ആ ഭാഷയെ തൻ്റെ കഴിവും സമർപ്പണവും കൊണ്ട് മനോഹരമായി അവതരിപ്പിക്കുന്ന ഒരാളാണ് ഇന്ന് നമ്മുടെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനത്തിനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. സാംസ്കാരിക മേഖലയിൽ തൻ്റെ അമൂല്യമായ സംഭാവനകളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അനേകർക്ക് പ്രചോദനമായി മാറിയിട്ടുണ്ട്. വേദിയിൽ എത്തുമ്പോൾ ഓരോ അവസരത്തെയും അർത്ഥവത്താക്കുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. തൻ്റെ കൈകൾ കൊണ്ട് മാന്ത്രികത സൃഷ്ടിക്കുന്ന, കലയുടെ സൗന്ദര്യവും മൂല്യവും പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഈ പ്രതിഭാശാലിയെ
കുഴൽമന്നം രാമകൃഷ്ണൻ സാറിനെ ആദരവോടും അഭിമാനത്തോടും ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഈ വാർഷികാഘോഷത്തിന് ആശംസ അറിയിക്കുന്നതിനായി പറളി ഗ്രാമപഞ്ചായത്ത് മെമ്പറും നമ്മുടെ രക്ഷിതാവുമായിരുന്ന ശ്രീ അശോകൻ സാർ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ വേറൊരു വാർഡ് മെമ്പറായ ആനന്ദ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും എല്ലാവരുടെ പേരിലും ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ രക്ഷിതാവായ അദ്ദേഹം ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകം നന്ദിയോടുകൂടി ഈ അവസരത്തിൽ ഓർക്കുന്നു. അടുത്തതായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ പ്രശാന്ത് സാറാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഓരോ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ശങ്കരനുണ്ണി സാർ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട വ്യക്തിയല്ല. നമ്മുടെ സ്കൂൾ എന്നുമെന്നും ഉണ്ടായിരുന്ന വ്യക്തിയാണ്. വർഷങ്ങളോളം PTA പ്രസിഡൻ്റായിരുന്ന അദ്ദേഹം നമ്മുടെ വിദ്യാലയത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി എന്നും കൂടെ നിന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഇവിടെ കൂടിയ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യും. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ നാസിം സാറാണ്. ഈ വിദ്യാലയത്തിലെ ഓരോ കുട്ടികളെയും രക്ഷിതാക്കളെയും വ്യക്തിപരമായി അറിയുന്ന അദ്ദേഹം ഞങ്ങൾക്കെല്ലാം ഒരു അത്ഭുതമാണ്. ഈ വിദ്യാലയത്തിന് വേണ്ടി, ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഇത്രയും ആത്മസമർപ്പണം നടത്തുന്ന ഒരധ്യാപകനെയും നമുക്ക് വേറെ കാണാനാവില്ല. നമ്മുടെ സൊസൈറ്റിയുടെ ഭരണസമിതി അംഗം കൂടിയായ സാറിനെ അഭിമാനത്തോടും അതിലേറെ സന്തോഷത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൊസൈറ്റിയിലെ ഭരണസമിതി അംഗങ്ങളാണ് ശ്രീമതി സജിതയും ശ്രീമതി പ്രത്യുഷയും. ഈ വിദ്യാലയത്തിലെ ഇംഗ്ലീഷ് അധ്യാപകരായ സജിത ടീച്ചറെയും പ്രത്യുഷ ടീച്ചറെയും സന്തോഷത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ സഹോദര സ്ഥാപനമായ മുട്ടിക്കുളങ്ങര ബാപ്പുജി സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി കവിത ടീച്ചറെയും ഈ വാർഷിക ആഘോഷ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ബാപ്പുജി നഴ്സറി സൂപ്രണ്ട് ഭവാനി ടീച്ചറും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സ്കൂൾ ലീഡർ, വിദ്യാർത്ഥി പ്രതിനിധി, ഈ വിദ്യാലയത്തിലെ ഓരോ പരിപാടികളിലെയും സാന്നിധ്യം. എന്നിരുന്നാലും ഔപചാരികതയുടെ പേരിൽ ശ്രീ നന്ദകിഷോറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, രക്ഷിതാക്കൾ, നിങ്ങൾ ഓരോരുത്തരെയും, ഞാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രമുഖർ, എല്ലാവരെയും ഈ ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോരുത്തരെയും ഈ വിദ്യാലയത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. We are really honored to have here Srimati Usha Kumari, the esteemed member of the Gram Panchayat, whose presence adds dignity and value to this occasion. It's our honor to invite Srimati KT Usha Kumari, President, Parli Gram Panchayat, to deliver the presidential address. Ma'am, please. വേദിയിലും സദസ്സിലും വ്യക്തികളെ, സദസ്സിലെ അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ, ഏവർക്കും എൻ്റെ നമസ്കാരം. ഈ ബാപ്പുജി സ്കൂളിൻ്റെ 44-ാം വാർഷികത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായി എന്നെ ക്ഷണിച്ചതിൽ ഞങ്ങളുടെ 21 വാർഡിലെ മെമ്പർമാർക്കും പഞ്ചായത്തിൻ്റെ പേരിലും ഞാൻ അധ്യക്ഷസ്ഥാനം വഹിച്ചുകൊണ്ട് നമ്മുടെ ഈ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ നമ്മുടെ കുഴൽമന്നം രാമകൃഷ്ണൻ അവറുകളെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു.
It's a matter of immense honor and pride for Bapuji English Medium School to have amidst us an artist whose name resonates with excellence, endurance, and innovation in the world of Indian classical percussion. Our esteemed chief guest, Sri Kalmannam Ramakrishnan, is a renowned Indian percussionist, celebrated for his exceptional mastery of the mridangam, an innovator par excellence, a dedicated teacher, and a visionary artist. He holds a Guinness World Record for a remarkable 501-hour non-stop mridangam performance, a feat that stands as a testament to unparalleled discipline, devotion, and physical and mental endurance. Beyond performance, Sir has contributed significantly to the evolution of classical percussion by designing a lighter, patented mridangam known as the Sat Mridangam, reflecting his commitment to blending tradition with thoughtful innovation. Hailing from Palkad, Kerala, Sri Kalmannam Ramakrishnan is an A-grade artist of All India Radio, a noted music composer, and a highly influential figure in Carnatic music, admired for seamlessly weaving classical purity with contemporary fusion. I now respectfully invite Sri Kalmannam Ramakrishnan to kindly address the gathering. So please. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഉഷാകുമാരി, സ്വാഗതം ആശംസിച്ച ശ്രീമതി ശൈലജ, ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ A. നസീമുദ്ദീൻ, വേദിയിൽ ഉപവിഷ്ടരായ ശ്രീമതി സ്വപ്ന നായർ, ശ്രീ അശോകൻ, ശ്രീ പ്രശാന്ത്, ശ്രീ ശങ്കരൻകുട്ടി, നന്ദി പ്രകാശിപ്പിക്കുന്ന സ്കൂൾ ലീഡർ ശ്രീ നന്ദകിഷോർ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യമായി പറളി എന്ന പ്രകൃതി ഭംഗി നിറഞ്ഞ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായി കഴിഞ്ഞ 44 വർഷമായി നിലനിൽക്കുന്ന ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ഡാസ്ലർ 2K26 എന്ന ആനുവൽ ഡേ സെലിബ്രേഷൻ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഓരോ വിദ്യാലയത്തിലെത്തുമ്പോഴും ഒരു വിദ്യാർത്ഥിയെ ആണ് ഞാൻ സ്വപ്നം കാണാറുള്ളത്. അതിൻ്റെ ഒരു സുഖം കുറച്ച് സമയത്തെങ്കിലും നമ്മൾക്കും അനുഭവവേദ്യമാണ്. കുറച്ച് നേരത്തെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് കൺമുമ്പിലൂടെ കടന്നുപോയ ഒരു കൊച്ചു വിദ്യാർത്ഥിയെയും അവരുടെ രക്ഷിതാവിനെയും ഞാൻ കണ്ടു. ആ രക്ഷിതാവിൻ്റെ ഉള്ളിലും ഇതേ വികാരമായിരിക്കും. ചിലവർ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സാംസ്കാരിക മേഖലയിലും അതുപോലെ തന്നെ കായിക രംഗത്തുമെല്ലാം കഴിവ് പ്രകടിപ്പിക്കുവാൻ സന്നദ്ധരായവരായിരിക്കും. ചിലവർ പഠിക്കാൻ മിടുക്കരായിരിക്കും. ഇവരിൽ പലരും
പിന്നീട് അന്തർമുഖന്മാരായി മാറുമ്പോഴും ഒന്നുമല്ലാതിരുന്ന പലരും പിന്നീട് സമൂഹത്തിൽ മുന്നോട്ട് വരുന്ന കാഴ്ചയും കാണാറുണ്ട്. ഇപ്പോൾ യുവജനോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിൽ ഒരുപാട് കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുന്ന പലരും കലയുടെ വാഗ്ദാനങ്ങളായി മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴുള്ളത്. ആ വേദിയിൽ പോലും സമ്മാനം കിട്ടാത്ത പലരും ആയിരിക്കും പിന്നീട് സമൂഹത്തിന് സംഭാവന നൽകുന്ന കലാകാരന്മാരായിട്ട് മാറുന്നത്. ഇവിടെ എനിക്കേറെ സന്തോഷം തോന്നിയത്, സന്തോഷമെന്ന് പറഞ്ഞാൽ അതൊരു ദുഃഖത്തിൻ്റെ വശം കൂടിയാണ്. ഈ സ്കൂളിൻ്റെ ജനറൽ മാനേജർ മേരി ടീച്ചറെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം വേദിയിൽ ഇല്ല എന്നുള്ളൊരു വിഷമം അറിയിച്ച് നമ്മളോട് ആദ്യം സംവദിച്ച ടൈലടിച്ച ടീച്ചർക്ക് ഒരു നല്ലൊരു കയ്യടി ആദ്യം കൊടുക്കാം നമുക്ക്. ടീച്ചർ എന്നെ മേരി ടീച്ചർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഓർമ്മിപ്പിച്ചത് അവരാണ്. അവർക്കത് പറയാതെ തന്നെ വേണമെങ്കിൽ സ്വാഗതം ആശംസിക്കാമായിരുന്നു. പക്ഷേ ആ ഒരു സ്നേഹവും സഹവർത്തിത്വവും ഇവിടെ പ്രകടമാക്കിയത്, അതിനാണ് ഞാൻ നല്ലൊരു കയ്യടി കൊടുക്കാൻ പറഞ്ഞത്. അതുപോലെ വേദിയിലിരിക്കുന്ന എൻ്റെ അമ്മയെ പോലെയുള്ള ഭവാനി ടീച്ചർ, അവർ റിട്ടയർ ചെയ്ത ശേഷവും സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് മറ്റൊരു വശം. ഇങ്ങനെ പ്രായം കൂടുന്തോറും ചെറുപ്പം കൈവരിക്കുന്ന കുറേ പേരാണ് നമുക്ക് മാതൃകയായിട്ട് വേണ്ടതും ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളതും. ഇന്ന് കാലം ഒരുപാട് മാറിപ്പോയി എന്ന് നമ്മളെല്ലാം സഹകരിക്കുമ്പോഴും നേരത്തെ ഇവിടെ ആ സ്കൂളിൻ്റെ ഡിസിപ്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അതെല്ലാമാണ് നമുക്ക് ആവശ്യം. അതിന് കലയും ഒരുപാട് നമ്മെ സഹായിക്കുന്നുണ്ട്. ഞാൻ ഇനി കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു കൈക്കുഞ്ഞ് ഡാന എന്ന് പറഞ്ഞ കുട്ടിയെടുത്ത ഒരു അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട് പുറകിൽ. അപ്പോൾ ഇവരെയൊക്കെയാണ് ഞാൻ കാണുന്നത്. എന്നെ ഈ സ്കൂളിലേക്ക് പങ്കെടുക്കണമെന്ന് നിർബന്ധിച്ച എൻ്റെ ഒരു ശിഷ്യനെ കൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. RK മണിശങ്കർ എന്ന ഒരു പ്രശസ്തനായ കോൺട്രാക്ടർ. അദ്ദേഹം പ്രായത്തിൽ എന്നെക്കാട്ടിലും കൂടുതൽ പ്രായമുള്ള ആളാണെങ്കിലും കല എന്ന് പറയുന്നത് അഭ്യസിക്കണമെന്ന് ആഗ്രഹിച്ച് ഇപ്പോഴും എൻ്റെ അടുത്ത് തിരക്കിനിടയിൽ വന്ന് പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ ഈ സ്കൂളിന് വേണ്ടി 2 ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരുപാട് പേരുടെ പ്രയത്നം ഈ സ്കൂളിനെ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഈ സ്കൂളിന് എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വിദ്യാർത്ഥിക്കും തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിലും ഉപരിയായി നേടുവാൻ കഴിയുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ തന്നെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Strong leadership shapes strong institutions. We are privileged to be guided by a dynamic educational leader whose innovation and commitment continue to elevate our school to greater heights. I now respectfully invite Mr. Nasmuddin A., the esteemed principal of Bapuji English Medium School, to present the annual report of the institution for the academic year. The annual report is the mirror that reflects the journey of our institution and the past academic year's achievements, milestones, and growth across academics, co-curricular and extracurricular activities. Respected President of this meeting, Mrs. K.T. Usha Kumari, respected inaugurator of our annual day celebration, Mr. Kudal Mannam Ramakrishnan, Parli Grama Panchayat member, Mr. Ashogan and Mr. Anandji, respected Vice Principal, Mrs. Shailaja CP, respected PTA President, Mr. Prashant V, former PTA President, Mr. Shankaranunni, distinguished parents, dear colleagues,
my worthiest students, ladies and gentlemen. It's a matter of great pride for me to present before you, in the name of God the Almighty, the 44th annual report of Bapuji English Medium Senior Secondary School for the academic year 2025-26. On this occasion, with a respectful mind, I recall our founder and the first general manager, Sri K.M. Mathai sir, who is still a very strong driving force for all the Bapujians. I also remember our general manager, Mary Samuel ma'am, who is not here with us because of her health issues and inability to travel. I thankfully recollect all the support that she showers upon us always. This is honestly a true reflection of the performance of the school, both on academic and administrative levels. And before going to the details, let me have a briefing about our management, that is Kerala Educational Society. It was established in the year 1972 with its head office at Koothatukulam. At present, the society manages 2 senior secondary schools, 3 high schools, 10 well-run junior schools, and about 30 nursery schools at different corners of the state. Bapuji English Medium School, Parli, is an independent unit under the control of KES. The school was set up in the year 1982 with the undiluted and sincere cooperation and help of the local people. I am extremely excited to tell you that it was only through the full strength and support of our parents our school has developed into the present stature. The current academic year started on 2nd June, and a probation also was arranged on 4th June to welcome the new students to Bapuji, which is an institution known for individual attention, and thus the door was open for the children to enter the wonderful world of wisdom. I feel really rejoiced to inform you that at present the school is decorated with nearly 1,250 odd students. Environmental Day was celebrated on 5th June with a variety of programs emphasizing the significance of making our environment bask in the glory of purity and quality. Trees were planted by the students and teachers, and on the same day we have conducted the Mehendi competition in connection with the Ramzan celebration. And the school parliament was conducted on 27 June, and investiture ceremony was held on 18 July. On June 26, International Day Against Drug Abuse was also celebrated. And we have a Nanma club functioning in the school charity club, Nanma, which collects contribution from students to lend helping hands to the poor and struggling members of our school and the locality. Independence Day was celebrated in the school with much enthusiasm and spirit on August 15th, and there was national flag hoisting and various other events. Ash Day was conducted on 1st and 2nd August, and various items were showcased by the students, and their talents were appreciated with thunderous applause by the audience. Onam celebration for this year was on 29th August. There were Pookalam competitions, tug of war, and other programs in connection with the celebration. The highlight of the celebration was the Mega Tiruvadira by the students and teachers. The students were very much thrilled and enthusiastic during the celebration, and a sparkling opening ceremony marked the beginning of the sports meet on 31st October and was brought to a close with a valedictory function on 1st November. In the sports meet, Daffodil House stood in the first position with 390 points, while Bluebell was in the second position with 314 points, and Lotus was in the third position with 297 points. I take this opportunity to extend my sincere gratitude to the teachers and students who have shown perfect discipline in the conduct of the meet. I am glad to congratulate them on their great success in the sports meet. Kids Day and Children's Day was celebrated on 14th November,
The competition held in particular for the little ones of our KG section was a real treat for the audience. The science exhibition titled Science Year 2025 was held on 11 July. The students' scientific skills were ignited by the working and still models exhibited by the participants. Science Year 2025 was highly instrumental in reinforcing the scientific interest of our students. National Mathematics Day was celebrated on August 16 in order to enlighten the young minds by changing their attitude towards maths. The celebration provided ample opportunity for our students to pay homage to the legendary mathematician Srinivasa Ramanujan. There were dances, skits, speech, mass exhibition to mark the occasion. Christmas celebration was held on 19 December with carol songs and dances. The kids clad in red and white dress really added to the color and glory of the celebration. A food fest also was conducted on November 27th with a lot of food items brought and displayed by our students. And the food items were sold at a reduced rate and the amount collected was contributed to the Nanma Club. English Fest titled Anglais was conducted on October 10th to hone the talent of our students in English. The competitions held in this fest effectively egged on the students to be focused on learning more about English. The second edition of the Digital Fest was held on 4th October in association with HK School Trends, who runs computer classes in our school. And 6 students from our school qualified to participate in the Global Digital Fest. And the present class 10 students, they are the 34th batch from our school to write the class 10th CBSE board examination. And with regard to the previous year's class 10 result, 51 students from our school wrote the exam, and we are all extremely proud to announce before all of you that all the 51 students passed with flying colors. Amrita P. and Niharika Anil Kumar got full A1, and Niharika got 100 marks in Malayalam. And in the current academic year, we have 46 students in class 10 to write the board examination, and we have the firm belief that with the inestimable grace of God, the Almighty, they can produce better result in the ensuing board examination. Regarding the previous year's plus 2, there were 4 students to write the board exam, and Dilsha Rahman was the top scorer with 91 marks. And in the present year, we have 19 students in plus 2, and they are also going to produce much better result this year. And at present, we have 55 teaching staff and 24 non-teaching staff and 7 part-time staff in the school. It's not at all an exaggeration to say that it is only by the devoted and dedicated effort and hard work of our staff that we have come this far, and it is only through their earnest perseverance that we are able to perform well in the school during this academic year. In the school, ample opportunities are provided for the students to have physical exercise and play. In order to instill sportsman spirit among the students, they are divided into 4 houses, namely Bluebell, Daffodils, Dahlia, and Lotus. Inter-house competitions were also conducted together with games and tournaments. The active role and enthusiastic participation of both students and teachers for its glorious success definitely deserve a special mentioning here. Now, regarding the achievements of our school and the students. During this academic year, many students of Bapuji School have brought laurels to us by winning prestigious prizes in some competitive programs held in some institutions in our district. Our school got voluminous recognition and appreciation from the Madhubhumi Malayalam newspaper by selecting our school as the best school for our outstanding performance and exceptional commitment to the program called Love Plastic Project during the academic year 2024-25. Now, some of the
prizes won by our students. First of all, it is a Prejwal PP of class 6, a very young prodigy in the making, and he has got a lot of very prestigious prizes. And here we have our Amrita and Niharika to read about the prizes, the recognitions, the cash awards, the certificates, all that he has won. Prajwal PP, he participated in Kerala State Council for Science, Technology and Environment, Government of Kerala 2025-26, Environment Education Program District Level, won first prize worth certificate and trophy for watercolor painting and has been selected to state level competition. He also participated in the Directorate of Handloom and Textiles, Thiruvananthapuram District Industry Centre, Palakkad on 5th October 2025. He has won the second prize, certificate and trophy, and has also been selected to the state level competition. Has participated in OISCA International Palakkad, Aravu Arts Centre, Palakkad, conducted on 8th November 2025, won first prize worth certificate and trophy. He participated in Kerala Forest Department and Wildlife Week Celebrations 2025, won the second prize, certificate and a cash prize worth Rs 1,500. Participated in Department of Dairy Development, Kerala State 2025-26, watercolor painting, won first prize worth certificate and trophy. Participated in Love Plastic 2025-26 drawing competition. He has won the first prize, certificate and a cash prize worth Rs 2,000. He participated in Clint Memorial Painting Competition conducted on 10 January 2026, won first prize in district level and has been selected to the state level competition. Now another boy, Sagit Sanju of class 6th A, who is exceptionally skilled in roller skating, and he has also won many prizes. He has participated in the Palakkad District Roller Skating Championship and has won the second prize. He has participated in CBSE South Zone 11 Roller Skating 2025, reached up to quarter final. He has also participated in Kerala State Roller Skating Championship 2025-26 and has won the 5th position. Now next, the Insight. We have, all of you know that Nehru Science means Nehru Group of Institutions in our district itself. Every year they conduct their science exhibition, and this year it was Science Innovation Technology Expo, and more than 50 students participated from our school, and they have won prizes with their impeccable performance. And in total, our students have won cash award worth 80,000 rupees. And their names and the prizes in detail will be announced when they come here for receiving the prizes. So you can see them there. And I congratulate all the participants on their stupendous achievement. In Sahodaya English Fest, Nivedya Nishad of class 4th won the first prize in handwriting. Sahodaya competition means all the CBSE schools in Palakkad district participate. And she got the first prize in handwriting. And on November 15th, we conducted KES, our founder, Memorial Sevens football tournament for all the Bapuji schools. And it was our school who was the winner in that football competition. And I congratulate the football team and our football coach, Mr. Anwar MS. We have a well-furnished library with a well-equipped reference section, a provision for art education, work experience, physical and health education, and computer education has already been implemented in the school. All the parents know that now the school is functioning strictly following the instructions and guidance of CBSE. We have also made arrangements in the school for giving training in yoga, karate, music, violin, guitar, roller skating, and craft works. A very effective PTA is functioning in the school. During the current academic year, general body as well as executive meetings was held in the school. I'm immensely pleased to inform you that our parents are highly bounteous, cooperative, and supportive.
I would like to give vent to my heartfelt sense of gratitude to all our dear parents for on this auspicious occasion, for having been taken keen interest in all our activities and for their ever-willing support and encouragement. Finally, I want to draw your attention to a great gesture of magnanimity shown by the students of a former batch in our school, studied in our school. In the class, it is the class 10th batch of 1999, who have been sponsoring the fees of one student every year for the last few years in the school. One student, the full fees is paid for one student, and this initiative was taken by Mr. Reggie Balakrishnan of the same batch. And I extend my strong gratitude for such a gesture there. And not only that, in order to keep the golden memories of their 3 friends who departed them quite early. And they sponsor the best outgoing student award every year in memory of their beloved friends Sujit, Shiva and Satish. And I know that through this, they are not allowing their memories, the memories of their friends to die. And taking a leaf out of this batch, we have another personality who is also sponsoring a child. This from this year onwards, has promised that every year he is also going to do that. This is none other than our former student Ranjit Chandran, who completed his class 12th in the year 2010. And thanks a lot to Ranjit for his gigantic gesture. And I hope this is going to be an inspiration for many batches to follow the suit. And before I conclude, may I take this opportunity to extend my blissful gratitude to our chief guest, Sri Kuralmannam Ramakrishnan sir, whose eminent presence glorifies this graceful occasion. And it's my great pleasure to specially thank Srimati K.T. Usha Kumari, President of Parli Grama Panchayat. And I would like to express my sincere gratefulness to Sri Ashokan TV for being a part of this function. It is with immense pleasure I extend my gratefulness to our respected General Manager, even in her absence, conspicuous absence here. I'm very thankful to Sri Shankaran Nisar, our former PTA President, for accepting our invitation and being present here. And we have here the board member Anandji here. We have our board members here. We have our principal of Bapuji English Medium School, Muttikalangara here. And we have our nursery supervisor, Bhavani teacher here. And all are wholeheartedly thanked for their presence here. And it is also with great pleasure I extend my appreciation to our PTA President, Sri Prashant PV, for his ever-willing support in carrying out the annual day function and other related matters of the school. And let me take this opportunity to thank our PTA executive members and parents in a special way for their wholehearted support and collaboration for the progress and all-round development of the institution as a whole. And before I wind up, I would like to inform you that we don't claim that we have done everything required for the holistic development of the children entrusted with us, but our modest claim is that we have tried our best within limitations and within the facilities and resources available here. We have a lot more to do which can be accomplished with the blessing of God the Almighty and the well-wishers of the institution. And to the staff and the students, once again I express my earnest gratitude for their exemplary conduct and discipline in and outside the school. And with a warm welcome to each and everyone, and invoking the beneficence of the providence, may I be permitted to present before all of you the 44th annual report of Bapuji English Medium Senior Secondary School. Thank you. Thank you so much, sir, for presenting such a comprehensive and insightful account of our achievements for the past academic year, 2024-25. A school grows stronger when parents and teachers walk hand in hand. Our PTA President, who has been a constant source of encouragement, cooperation, and goodwill to our school community.
we proudly invite Shri Prashant V, PTA President, to present the felicitation. ഇന്ന് നമ്മുടെ സ്കൂൾ വാർഷിക ദിനാഘോഷത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ച പറളി ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ KT ഉഷാകുമാരി അവർ, അതുമാതിരി മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെട്ട് എത്തിയ ഗിന്നസ് ബുക്ക് ജേതാവും വൃന്ദംഗ കലാകാരനും കൂടിയായ കുഴൽമന്ദം രാമകൃഷ്ണൻ സാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടിയായ മണിശങ്കർ കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ, അദ്ദേഹത്തെ എനിക്ക് 10-20 വർഷമായിട്ട് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഓഡിറ്റ്, ഇൻകം ടാക്സ്, GST അങ്ങനത്തെ കാര്യങ്ങളുടെ ഹിയറിംഗ് പർപ്പസിനൊക്കെ ഞാൻ അത്യാവശ്യം പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ രാമകൃഷ്ണൻ സാറേയും ഞാൻ പല വേദികളിൽ കാണാറുണ്ട്. അങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നമ്മുടെ PTA കമ്മിറ്റിയിൽ ഞങ്ങളത് അവതരിപ്പിച്ചു. അങ്ങനെ ഞങ്ങളവരെ ക്ഷണിക്കുകയും അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമിൽ എത്തിച്ചേരുകയും ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുമാതിരി ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ സാർ നിസാമുദ്ദീൻ സാർ, നമുക്കിന്ന് സ്വാഗതം ആശംസിച്ച സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശൈലജ ടീച്ചർ, അതോടൊപ്പം നമുക്കിന്ന് ആശംസകൾ അറിയിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള പറളി ഗ്രാമപഞ്ചായത്ത് അംഗം അശോകൻ TV, ആനന്ദ് ജി, അതുമാതിരി നമ്മുടെ തൊട്ട് മുമ്പിലുണ്ടായിരുന്ന PTA പ്രസിഡൻറ്റ് ശങ്കരൻ ഉണ്ണി സാർ, അതോടൊപ്പം നമ്മുടെ കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ജനറൽ മാനേജർ മേരി സാമുവൽ മേഡത്തിന് ഇന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ല, ദേഹാസ്വാസ്ഥ്യത ഉള്ളതുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. അവർ നമ്മളോട് നേരിട്ട് വിളിച്ച് പറഞ്ഞു ഇത്തവണ എനിക്ക് വരാൻ കഴിയില്ല, ബാക്ക് പെയിൻ്റെ പ്രശ്നങ്ങളെല്ലാം നല്ലതുണ്ട്, അതുകൊണ്ട് ഇത്തവണ നിങ്ങളെല്ലാവരും കൂടി നടത്തിക്കൊണ്ടു പോകുന്ന PTAക്ക് നേരിട്ട് വിളിച്ച് അവരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവസരത്തിൽ നമ്മൾ അവരെയും കൂടി ഓർക്കുന്നു. അതുമാതിരി നന്ദി അറിയിക്കുവാൻ നിയുക്തനായിരിക്കുന്ന സ്കൂൾ ലീഡർ നന്ദകിഷോർ PV, മുട്ടിക്കുളങ്ങര ബാബുജി സ്കൂളിലെ പ്രിൻസിപ്പൽ, വേദിയിലിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. നാൽപ്പത്തിനാലാമത് വാർഷിക ദിനാഘോഷം നടക്കുന്ന ഈ വേളയിൽ നമ്മുടെ സാറ് പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞ മാതിരി ഒരുപാട് മികവുറ്റ കഴിവുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ നമ്മുടെ സ്കൂൾ ഫൗണ്ടർ കൂടിയായ മത്തായി സാർ മുതൽ പല അധ്യാപകരുടെ കഠിനമായ പ്രയത്നം കൊണ്ടും പരിശീലനം കൊണ്ടും മികവുറ്റ വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാനും കലാകായിക മേളകളിൽ കഴിവ് തെളിയിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ട്രെയിനിങ്ങുകൾ, ടീച്ചേഴ്സിൻ്റെ കെയർനെസ്സസ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനും വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ആനുവൽ ഡേ നടക്കുന്ന ഈ സമയമാണെങ്കിലും കൂടിയിട്ട് പബ്ലിക് എക്സാം, 10th-ൻ്റെയും 12th-ൻ്റെയും പബ്ലിക് എക്സാം നടക്കുന്ന ഒരു സമയം കൂടി അടുത്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളെ പ്രത്യേകം നമ്മൾ ഈ അവസരത്തിൽ ശ്രദ്ധിക്കണം. വീട്ടിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒരു 2-3 മാസത്തേക്ക് കഠിനമായ പരിശ്രമം നടത്തിയാൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ ചെയ്തിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ കഴിയുള്ളൂ. അതിനുള്ള കുറച്ച് ദിവസത്തേക്ക് കഠിനമായി എല്ലാ വിദ്യാർത്ഥികളും നന്നായി പഠിക്കണം, പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. 100% വിജയം കൈവരിക്കാൻ ഈ വർഷവും നമുക്ക് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഈ 1-2 മാസം കൂടിയുള്ളൂ നമ്മുടെ ഈ അധ്യയന വർഷം അവസാനിക്കാൻ. അതുമാതിരി രക്ഷകർത്താക്കളോട് നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ കുട്ടികളെ എപ്പോഴും നല്ല ശ്രദ്ധിക്കണം. പത്രങ്ങളിലും മറ്റും നമ്മൾ കാണുന്ന മാതിരിയുള്ള സംഗതികളെല്ലാം പെടാണ്ട് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും നല്ല കെയർനെസ് കൊടുക്കണം. ഈ അവസരത്തിൽ നമുക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് പഞ്ചായത്ത് അംഗങ്ങളുടെ മുമ്പിൽ
പറയാനുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ സ്കൂളിലോട്ട് കയറി വരുന്ന റോഡ് കുറച്ചും കൂടെ ഒന്ന് നന്നാക്കി തരാൻ അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അശോകേട്ടനും ആനന്ദ്ജിയൊക്കെ ഇവിടെ ഉണ്ട്, അപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ ഈ മാർച്ചിലുള്ള ബഡ്ജറ്റിൽ തന്നെ നമുക്കതെന്തെങ്കിലും ഉൾപ്പെടുത്തി തരാൻ കഴിയുമെങ്കിൽ വലിയ ഉപകാരമായി. ആ പൈപ്പ് ലൈൻ്റെയും മറ്റും വർക്കൊക്കെ നടന്ന് കുറച്ച് കേടുവന്ന് പോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നന്നാക്കി തരണമെന്ന് ഈ അവസരത്തിൽ പഞ്ചായത്ത് അംഗങ്ങളുടെ മുമ്പിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir. Now it's time to express our sincere gratitude to our chief guest of the day, Sri Kuralmannam Ramakrishnan. For that, I request our principal, esteemed principal, to kindly hand over a memento as a token of gratitude to our chief guest. Thank you so much, sir, for being here with us on this special day, for enriching Dazzler 2K26 with the magical rhythm of Mridangam, and for making this day unforgettable. Thank you so much. A respected public representative who continues to enjoy the confidence of the people. He has been recently elected once again as a member of Parali Grama Panchayat, marking his second term. We are pleased to invite Sri Ashokan TV to present the felicitation. എല്ലാവർക്കും നമസ്കാരം. ഉഷാറല്ലേ? രാമക്ഷേട്ടൻ പോണോ? എല്ലാവർക്കും ഒരു ജീവൻ തന്നിട്ട് എല്ലാവരും ഒരു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് എനർജി തന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങൾ ഉറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പറളി പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി, സ്വാഗതമർപ്പിച്ച ശൈലജ ടീച്ചർ, റിപ്പോർട്ട് അവതരിപ്പിച്ച നസീം സാർ പ്രിൻസിപ്പൽ, ആശംസകൾ അറിയിക്കുന്നത് PTA പ്രസിഡന്റ് പ്രശാന്ത് ശങ്കരനുണ്ണി, അതുപോലെ നന്ദി അറിയിക്കുന്ന നന്ദകിഷോർ സ്കൂൾ ലീഡർ, വേദിയിലും സദസ്സിലും വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ അധ്യാപകരെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എനിക്ക് ഈ വേദിയിൽ അവസരം ഒരുക്കി തന്ന PTA പ്രസിഡന്റ്, അതുപോലെ സ്കൂൾ ഭാരവാഹികൾ, എല്ലാവർക്കും ആദ്യമായി നന്ദി പറയും. ഞാൻ ഈ സ്കൂൾ പഠിച്ചില്ലെങ്കിലും കൂടി ഞാൻ പഠിച്ചത് ചെറിയ ബാവുജിയിലാണ്. അന്ന് 80 കാലങ്ങളിലുള്ള അധ്യാപക എപ്പോഴും ഇവിടെ ഇരിക്കുന്ന ഭവാനി ടീച്ചർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ വൈകിയ വേലയിൽ ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല. മൃദംഗത്തിൽ വന്ന ഉഷാർ പോലെ ഇവിടെ പഠനത്തിലും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള അധ്വാനം അധ്യാപകർക്കും അതുപോലെ കുട്ടികൾക്കും നല്ല രീതിയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം അവസരം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. It gives us immense pleasure to welcome back a highly esteemed member of our school family, Sri Shankar Nunni L, who had served as a PTA president and throughout his tenure. He was a pillar of unwavering support, guidance, and encouragement. His wholehearted involvement in every initiative and his sincere dedication to the welfare of our students and institution have felt an indelible mark on our school's journey. Today, we are deeply honored to invite him with our heartfelt respect and gratitude to present the felicitation. ഫോർമർ PTA പ്രസിഡൻ്റാണ്, പേര് ശങ്കരനുണ്ണി. ഞാനിവിടുന്ന് PTA പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇത് 2ാമത്തെ വർഷമാണ്. എൻ്റെ മോള് LKG മുതൽ +2 വരയ്ക്കും ഈ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ മോള് മാത്രമല്ല, എൻ്റെ കുടുംബത്തിന് എൻ്റെ സിസ്റ്ററുടെ മക്കൾ, ബ്രദേഴ്സിൻ്റെ മക്കൾ, എൻ്റെ മരുമക്കൾ, ചേച്ചിയുടെ മക്കൾ എല്ലാവരും ഈ സ്കൂളിൽ പഠിച്ച് മുന്നോട്ട് പോയ ആൾക്കാരാണ്. ഏകദേശം ഒരു 30 വർഷത്തുനിന്ന് മേലെയായി എനിക്ക് ഈ ബാപ്പുജി സ്കൂളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്. എനിക്കിവിടുത്തെ പാരൻസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ +2 വരെ പഠിച്ച കുട്ടികൾ ഓക്കെ, LKGയിൽ ഇപ്പോൾ ചേർത്തിയിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ PTA പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ LKGക്ക് ഈ സ്കൂളിൽ കുട്ടിയെ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ +2 കഴിഞ്ഞാലേ കുട്ടികളെ ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ പാടുള്ളൂ.
അല്ല, മറ്റുള്ള സ്കൂളുകളിലൊക്കെ പഠിച്ചാൽ കുട്ടികൾ നന്നാവില്ല എന്നാണ് ചോദിക്കുക. നന്നാവും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഈ സ്കൂളിൽ എൻ്റെ കുട്ടിയെ പഠിപ്പിച്ച് എൻ്റെ കുട്ടിക്ക് കിട്ടിയ ആ ബെനിഫിറ്റ്സ് എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് അത് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു റിക്വസ്റ്റ് വയ്ക്കുന്നത്. വേറെ ഒന്നുമല്ല. നമ്മുടെ സ്കൂളിൽ LKG മുതൽ +2 വരെ പഠിച്ച കുട്ടി പുറത്ത് ഒരു കോളേജിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണ് എന്താണ് നമ്മൾക്ക് ബാപ്പുജി സ്കൂളിൽ നിന്ന് +2 വരയ്ക്ക് ആ കുട്ടിക്ക് കിട്ടിയത് എന്നുള്ളത് അറിയാൻ കഴിയുള്ളൂ. പല പാരൻസും ഇവിടെ പറയാറുണ്ട്, എൻ്റെ മോൾ 6ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു, അല്ലെങ്കിൽ മോൻ 7ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു, എന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, 10ാം ക്ലാസ് വരെ സംസാരിച്ചു, ഇംഗ്ലീഷ് സംസാരിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ഇംഗ്ലീഷിൽ നിങ്ങൾ ഇനിയിപ്പോൾ MA അല്ല, അതിനപ്പുറം PhD കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയില്ല. ആ ലാംഗ്വേജ് നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവുണ്ടല്ലോ, സംസാരിക്കാനുള്ള കഴിവ്, അത് തീർച്ചയായിട്ടും നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു പ്രത്യേക ഇതാണ്. നമ്മളത് ഇൻട്രാക്ട് ചെയ്തിട്ട് തന്നെ കൊണ്ടുവരേണ്ട ഒരു സംഗതിയാണ്. സോ അതുകൊണ്ട് മാത്രം നിങ്ങൾ കുട്ടികളെ യാതൊരു കാരണവശാലും ഈ സ്കൂളിൽ നിന്നും മാറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊരു അനുഭവം കൂടി ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഈ വാക്കുകൾ ചുരുങ്ങിയ സമയത്തിൽ അവസാനിപ്പിക്കാം. എൻ്റെ മോള് +2 കഴിഞ്ഞു. ഡിഗ്രിക്ക് NSS കോളേജ് ഒറ്റപ്പാലത്താണ് കയറിയത്. BA ഇംഗ്ലീഷിനാണ് കയറിയത്. ഇപ്പോൾ 3rd സെമസ്റ്റർ കഴിഞ്ഞു. ഈ 3rd സെമസ്റ്റർ കഴിഞ്ഞിട്ട് ഈ 3 സെമസ്റ്ററിലും സത്യം പറഞ്ഞാൽ കോളേജിൽ ക്ലാസ് നടക്കുന്നത് വളരെ വിരളമായ ദിവസങ്ങളിൽ മാത്രമേ ക്ലാസ് ഉണ്ടാവാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ സമരങ്ങളായിട്ടും മാത്രമല്ല ഇവർ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വളണ്ടിയേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ പ്രോഗ്രാമായിട്ടും ഇവർക്ക് എന്നും ക്ലാസ് കയറാൻ പറ്റാതെയും ഉള്ള ദിവസം കയറാൻ പറ്റാതെയും അല്ലാത്ത ദിവസം ക്ലാസ് ഇല്ലാതെയും. എന്നിട്ട് പോലും BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ട് ഈ കുട്ടി സ്വയം പഠിച്ചിട്ട് ഇന്നലെ 3rd സെമ്മിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. സോ അത് ആ കുട്ടിയുടെ കഴിവ് എങ്ങനെയാണ് ഡെവലപ്പ് ആയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടുമല്ല, നമ്മളെ ഈ സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രമാണ് ആ കുട്ടികൾ അവിടെ പിടിച്ചു നിൽക്കുന്നത്. മോള് പറയാറുണ്ട്, SSLCക്ക് സാധാരണ സ്കൂളിൽ പഠിച്ച് വന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്ന കുട്ടികൾക്ക് BA ഇംഗ്ലീഷ് എടുത്ത് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടണമെന്ന് അവർ പറയാറുണ്ട്. അപ്പോഴാണ് നമ്മുടെ ബാപ്പുജി സ്കൂളിൻ്റെ എഡ്യൂക്കേഷൻ്റെ വാല്യൂ എന്താണ്, ഇവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ എല്ലാ രക്ഷിതാക്കളോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ മക്കളെ +2 വരയ്ക്ക് നമ്മുടെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിച്ച് ഈ അവരുടെ ഭാവി ശോഭനമാക്കാൻ ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ വേദിയിൽ ഒരു പ്രാവശ്യം കൂടി അവസരം തന്ന നമ്മുടെ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ ശ്രീ നസീമുദ്ദീൻ സാറിനോടും അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. പിന്നെ ഈ സ്കൂളിൻ്റെ ഇനിയുള്ള ഉത്തരോത്തരം പുരോഗതിക്ക് ഒരു PTA മെമ്പർ എന്നുള്ള നിലയിലും ഒരു പാരൻ്റ് എന്നുള്ള നിലയിലും എന്നാൽ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുന്ന ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you so much, sir, for your fruitful words and for being with the family, our Bapuji family once again. Thank you so much. We are really privileged to have here Srimati Kavita Ji, the headmistress of Bapuji School, Muttikulangara. May I please request Kavita teacher to do the felicitation. Good morning all. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ വേദിയിലുള്ള ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളും അതുപോലെ തന്നെ മുന്നിലിരിക്കുന്ന വിശിഷ്ട രക്ഷിതാക്കളും എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഇവിടെ നടക്കുന്നത് 44ാമത്തെ വാർഷികമാണ്. ഈ വാർഷികത്തിൽ എനിക്കും പങ്കുചേരാൻ സാധിച്ചു. ഇന്നലെ മുട്ടിക്കുളങ്ങര ബാബുജിയിലായിരുന്നു 43ാമത്തെ വാർഷികം ഞങ്ങൾ ആഘോഷിച്ചത്. അതും വളരെ ഭംഗിയായി കഴിഞ്ഞു. അതോടൊപ്പം ഇന്നത്തെ ഈ ഒരു വാർഷികവും ഇവിടെ നന്നായി കഴിയുമെന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതോടൊപ്പം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനുണ്ട്. നമ്മുടെ PTA പ്രസിഡൻറ്റ് പറഞ്ഞു സ്കൂളിൽ ഈ സ്കൂളിൽ പഠിപ്പിച്ച് +2 വരെ കഴിഞ്ഞ്, അതായത് മുൻ PTA പ്രസിഡൻ്റാണ് പറഞ്ഞത്, കഴിഞ്ഞു പോയവർക്ക് നല്ലൊരു വാല്യൂ ഉണ്ട്. അത് ഞാൻ സമ്മതിച്ചു തരുന്നു. തീർച്ചയായിട്ടും നല്ല വാല്യൂ ഉണ്ട്. കാരണം ഇവിടുന്ന് അറ്റൈൻ ചെയ്ത് പോയ കുട്ടികളൊക്കെ നല്ല നിലയ്ക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്കും അതേ ഒരു എനർജി, അതേ ഒരു അവർ പഠിച്ചത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അവരെ സഹായിക്കും എന്നുള്ള കാര്യത്തിന് സംശയമില്ല.
അത്ര നന്നായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിൽ പലവർക്കും പഴയ പാരൻസിനൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ ഈ സ്കൂളിലെ ടീച്ചറായിരുന്നു. പിന്നെയാണ് മുട്ടിക്കുളങ്ങര ബാബുജി സ്കൂളിലെ പ്രിൻസിപ്പലായി മാറിയത്. പക്ഷേ അറിയുന്ന പാരൻസിനറിയാം, പുതിയതായി കാണുന്ന പാരൻസിനോടും എനിക്കിതേ പറയാനുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്കൂളിൽ ഏൽപ്പിച്ചു, അതോടെ നമ്മുടെ ദൗത്യം കഴിഞ്ഞു. ഇവിടെ പ്രസംഗത്തിൽ എല്ലാവരും പറഞ്ഞു ഇന്ന സ്കൂളിൽ പഠിപ്പിക്കണം, അത് കഴിഞ്ഞാൽ നമ്മുടെ റോൾ കഴിഞ്ഞു, പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല എന്ന് ആ ഒരു രീതി നിങ്ങൾ മാറ്റി പിടിക്കണം. കാരണം ടീച്ചേഴ്സ് അവരുടെ എഫേർട്ട് പുട്ടപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാരൻസിനും നിങ്ങളുടേതായിട്ട് റോളുണ്ട്. കാരണം കുട്ടികളെ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പാരൻസും ടീച്ചേഴ്സും മാത്രം വിചാരിച്ചാൽ പറ്റില്ല. ഇന്നിപ്പം നമ്മുടെ പ്രശസ്ത അതിഥി ഇവിടെ താളത്തിനനുസരിച്ച് കുട്ടികളെ കൊണ്ട് ക്ലാപ്പ് ചെയ്യിപ്പിച്ചു അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ കുട്ടികളിവിടെ ക്ലാപ്പും ചെയ്തു ആണല്ലോ. സോ ഇതേപോലെ ആയിരിക്കണം ജീവിതത്തിൽ കൊണ്ടുപോകുന്ന ഓരോ പാരൻസ് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓരോ സ്റ്റെപ്പും, അവരുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഓരോ മൂവ്മെൻറ്റ്സും ഇതുപോലെ ആയിരിക്കണം. നിങ്ങൾ താളം തട്ടുമ്പോഴേക്കും തന്നെ, ഇവിടെ തബലയുടെ താളം തട്ടുമ്പോഴേക്കും തന്നെ കുട്ടിയൊരു ക്ലാപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയായിരിക്കണം നിങ്ങളുടെ കുട്ടിയുടെ പഠനവും പോകേണ്ടത്. പഠനം മാത്രമല്ല, ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ ആയിരിക്കണം. പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും ഒരു കുട്ടിക്കും മുന്നേറാൻ കഴിയില്ല. വെറും ടീച്ചേഴ്സ് ഒരു 6-7 മണിക്കൂർ ഇവിടെ കിടന്ന് എഫേർട്ട് എടുത്ത് കുട്ടികളെ സ്ട്രെയിൻ എടുത്ത് പഠിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് നേരെ വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ മോള് 7 മണിക്കൂർ ഇവിടെ പഠിച്ചു, അത് കാരണം ഇനി അടുത്ത സ്റ്റേജ് മതി, നീ വീട്ടിലിരുന്ന് പഠിച്ചോ, ബുക്ക് എടുത്തോ, ഹോംവർക്ക് ചെയ്തോ, അല്ലെങ്കിൽ ഇന്ന പ്രോജക്റ്റ് ചെയ്തോ, ടീച്ചർ പറഞ്ഞു പ്രോജക്റ്റ് ചെയ്യാൻ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി മുന്നോട്ട് കയറില്ല. അവരുടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ട് ഒരു പോസിറ്റിവിറ്റി നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് കാണാം. അതിൻ്റെ ഒരു ബലം മാത്രമാണ് ഇന്ന് കുറേ കുട്ടികൾ പാരൻസിൻ്റെ സപ്പോർട്ട്, വീട്ടിൽ വന്ന് പാരൻസിൻ്റെ സപ്പോർട്ടോടു കൂടി അവർ പ്രവർത്തിച്ച ഓരോ ഇതാണ് അവരുടെ അച്ചീവ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട് അവരുടെ ഗ്രോത്ത്. ഇതിൻ്റെ പുറകിൽ ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് പാരൻസ് ഇവർ രണ്ടുപേരും ഇൻക്ലൂഡഡ് ആണ്. സോ വെറും ടീച്ചേഴ്സ് മാത്രമല്ല, പാരൻസും അതിൻ്റേതായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം എന്നുള്ള കാര്യം ഞാൻ ഇന്ന് ഈ ഒരു 44ാമത്തെ ആനുവൽ ഡേ വാർഷികോത്സവത്തിൽ ഞാൻ പറയുന്നു. അത് പഠനത്തിനായാലും ശരി, കലയായാലും ശരി, സ്പോർട്സ് ആയാലും ശരി, extra activities like violin, karate, music, whatever it is, please see to it that you parents are involved in that. കുട്ടികളെ എൻകറേജ് ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ടീച്ചേഴ്സും എൻകറേജ് ചെയ്യും. ആൻഡ് ലെറ്റ് ഓൾ ദ ഗുഡ് വൺസ് ഹാപ്പൻ ഇൻ ദ സ്കൂൾ. നമ്മുടെ പ്രിൻസിപ്പൽ നസീമുദ്ദീൻ സർ വളരെയേറെ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. വെറും നസീമുദ്ദീൻ സർ മാത്രമല്ല, നമ്മുടെ ടീച്ചേഴ്സും കൂടെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിനെയും എനിക്കറിയാം. ഇപ്പോൾ പുതിയതായി വന്ന ടീച്ചേഴ്സിനെയൊന്നും എനിക്കറിയില്ല, എന്നാൽ പോലും പഴയ ടീച്ചേഴ്സ് വളരെ ഫ്രണ്ട്ലിയാണ്. ഇപ്പോഴും എന്നോടും പോയ ടീച്ചറാണല്ലോ എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, ഇന്നും ഞാൻ അവർക്കൊരു പഴയ ടീച്ചറുടെ ഒരു എഫക്റ്റ് തന്നെയാണ്. താങ്ക് യു ഫോർ ദാറ്റ് മൈ ഡിയർ ടീച്ചേഴ്സ് ആൻഡ് പ്രിൻസിപ്പൽ. ആൻഡ് മൈ ഡിയർ പാരൻസ്, പ്ലീസ് cooperate with the school and have an happy 44th annual day celebration. Thank you. Thank you so much, ma'am, for your gracious presence and heartfelt felicitation. We are really honored to have here Sri Anand Ji, one of our parents and the member of Parli Gram Panchayat. May I please request Sri Anand Ji to kindly deliver the felicitation. So please. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ബാബുജി സ്കൂളിൻ്റെ 44ാം വാർഷികം വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയാണ്. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ഇതിൻ്റെ അധ്യക്ഷ പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, റെസ്പെക്റ്റഡ് പ്രസിഡന്റ് ഉഷാ കുമാരി, അതേപോലെ
നമ്മുടെ ആനുവൽ റിപ്പോർട്ട് സമർപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട നസുദ്ദീൻ സാർ പ്രിൻസിപ്പൽ, അതേപോലെ നമ്മൾക്ക് ഇനാഗ്രേഷൻ ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ കുഴൽമന്നം രാമകൃഷ്ണൻ സാർ, നമ്മൾക്ക് അദ്ദേഹം ഗിന്നസ് റെക്കോർഡ് ഉള്ള ആളാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾക്ക് മിന്നായം പോലെ കടന്നുപോയ ആ വ്യക്തി തീർച്ചയായും ഈ കുട്ടികളെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കാരണം ദൈവം എന്തു ചോദിച്ചാലും നമ്മൾക്ക് തരും എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ: ഹാർഡ് വർക്ക്. ആ ഹാർഡ് വർക്കിലൂടെയാണ് അദ്ദേഹം ഇത്രയും ഈ ലോക റെക്കോർഡിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത്. ഈ കൊച്ചു കുട്ടികളുടെ മുന്നിൽ നമ്മൾക്ക് പ്രാർത്ഥനയിലൂടെ ആ കുട്ടികളെ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളതിൻ്റെ പേരിൽ ആ കുട്ടികളെ വിളിച്ച് സ്നേഹത്തോടെ ആ മൃദംഗ വായനയിലൂടെ ആ കുട്ടികളുടെ ഒരു ഇൻസ്പിറേഷൻ നടത്തിയ അദ്ദേഹത്തെ ഞാൻ നമിക്കുന്നു എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ സ്വാഗത പ്രസംഗം നടത്തിയ മേരി സാമുവൽ മാഡം വന്നിട്ടില്ല. അദ്ദേഹത്തിന് പകരം ഷൈലറ്റ് ടീച്ചറാണ് ഇതിൻ്റെ സ്വാഗതം പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിൻ്റെ രക്ഷകർത്ത സമിതിയിലുള്ള നമ്മുടെ സാർ, അതേപോലെ ശങ്കരോണി സാർ, അതേപോലെ എല്ലാവരും, ഭവാൻ ടീച്ചർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ വ്യക്തികൾ, സഹോദരന്മാരെ, അച്ഛനമ്മമാരെ, ഗാർഡിയൻസ്, കൊച്ചുകുട്ടികൾ, ഏറ്റവും സ്നേഹിതരായ കുട്ടികളെ, നമ്മൾക്ക് ഈ ബാബുജി സ്കൂളിൻ്റെ ഏറ്റവും മഹത്തായ കാര്യം തന്നെയാണ്. നമ്മുടെ നിസാമുദ്ദീൻ സാർ പറഞ്ഞു, നമ്മൾക്ക് ഈ ലോക്കൽ ഏരിയയിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ 44 വർഷങ്ങളായി നമ്മുടെ കുട്ടികൾ ഒരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വളരെ ദൂരെയാണെന്ന് തന്നെ നമ്മൾക്ക് ആ കാലങ്ങളിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഇന്ന് നമ്മൾക്ക് ഈ ബാപ്പുജി സ്കൂൾ വന്നതിന് ശേഷം കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖല തന്നെ മാറ്റിമറിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇതിൽ പഠിച്ചു വളർന്ന് മിടുക്കരായി മുന്നോട്ട് വന്ന പല കോണുകളിലും നല്ല നല്ല ആളുകളെ സൃഷ്ടിക്കാൻ ഈ ബാപ്പുജി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ മകനെ ഞാൻ ഇവിടെ പ്രീ കെ ജി സ്കൂളിലാണ് ചേർത്തിയിരിക്കുന്നത്. കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരായ പലരോടും, അനിൽകുമാർ വില്യങ്കാട്, അവരോട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചപ്പോൾ നിങ്ങൾ അവിടെ ചേർത്തുക തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അനിയൻ്റെ മകനും അവൈദ്, അതേപോലെ അശ്വിത് ജി കെ, അവർ രണ്ടുപേരെയും ഞാൻ ഈ സ്കൂൾ ചേർത്തി. വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസം കടന്നു പോകുന്നത്. എല്ലാ മേഖലകളിലും, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും, അതേപോലെ തന്നെ സ്പോർട്സ് ഇനങ്ങളിലും, എല്ലാ ഇനങ്ങളിലും ഈ സ്കൂൾ മുന്നിൽ തന്നെയാണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതേപോലെ തന്നെ കാരുണ്യ സേവന രംഗങ്ങളിൽ പോലും ഈ സ്കൂളിൻ്റെ മികവ് ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം നമ്മുടെ ഒരു കുട്ടിയുടെ അപകടവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ സ്കൂളിൽ വരികയും പ്രിൻസിപ്പളെ കാണുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഇവിടെ വരാൻ പറഞ്ഞു. ഇതേപോലെ അസംബ്ലിയുള്ളൊരു സമയത്താണ് ഞാനിവിടെ വരുന്നത്. അദ്ദേഹം ഈ സ്കൂളിൻ്റെ ഇതിൽ നിന്നും 50,000 രൂപ എന്ന ആ കുട്ടിയെ, പി കെ ദാസിൽ കിടന്നിരുന്ന ആ കുട്ടിയെ ആ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കൈപ്പിടിച്ചു കൊടുത്ത ഈ സ്കൂളിൻ്റെ വലിയൊരു സഹായമുണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഇനിയുമുള്ള കാലഘട്ടങ്ങളിലും ഇനിയും ഈ ബാപ്പുജി സ്കൂൾ വളരെ വളരെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും 44-ാം വാർഷികത്തിൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you so much, sir, for being with us today on this special occasion.